അപ്പോൾ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാല ചെയ്താലോ. ഓൾറെഡി 200 ഗ്രാം പനീർ ക്യൂബ്സ് ആണ് എടുത്തേക്കുന്നത്. അത് നല്ല തിളച്ച വെള്ളത്തിൽ, നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നില്ല, തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം ഊറ്റി വെക്കാം, അതായത് വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 സവോള എടുത്തിട്ടുണ്ട്, 2 തക്കാളി, ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 5 അല്ലി അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വലിയ കഷ്ണങ്ങളായി തന്നെ കട്ട് ചെയ്യാം. കാഷ്നട്ട് വേണം, അതുപോലെ കസൂരി മേത്തി വേണം, പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്തു, 10-12 കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴന്നു വരണം. നമ്മുടെ സവോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത്, അതല്ലെങ്കിൽ ഒരു 2-3 ഏലക്ക ചേർത്ത്, മുഴുവൻ ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ക്യുമിൻ സീഡ്, അതായത് നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു നുള്ള് മാത്രം മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുറച്ച് മതി. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ കുഴഞ്ഞ പരുവത്തിൽ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊന്ന് ആറട്ടെ, അതിനുശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഞാൻ ആ സെയിം പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്യാം. ഇനി ഗ്രേവി നല്ലതുപോലെ ഒന്ന് കിടന്ന് സെറ്റ് ആവട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഗ്രേവി നല്ല തിക്കാവട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ച്, കൈകൊണ്ടൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്പ്രിംഗ് ഓണിയനും ഒക്കെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.